നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പരമ്പരാഗത ബിസിനസ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 19ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു മാർക്കറ്റിംഗ് രീതിയാണിത്. ഇത് മനസ്സിലാക്കാൻ ആദ്യമായി ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഷോപ്പിംഗിനായി ഏതെങ്കിലും മാളുകളിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളിലോ പോകുമ്പോൾ അവിടെ മനോഹരമായി നിരനിരയായി വെച്ചിരിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ കണ്ടിട്ടില്ലേ? ഇതെങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഉൽപ്പന്നം അതിന്റെ ഉൽപാദനത്തിന് ശേഷം ഉത്പാദകനിൽ നിന്നും ഒരു ക്യാരി ആൻഡ് ഫോർവേഡ് ഏജന്റിന്റെ അടുക്കലേക്ക് എത്തുന്നു. അവിടെ നിന്നും അതൊരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിന്റെ അടുക്കലേക്കും അവിടെ നിന്നും ഒരു സ്റ്റോക്കിസ്റ്റിന്റെ അടുക്കലേക്കും എത്തുന്നു. ഇവിടെ നിന്നും ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉൽപ്പന്നം ഏറ്റെടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നുമാണ് റീറ്റെയിലേഴ്സ് അഥവാ നമുക്ക് ചുറ്റുമുള്ള ചെറുകിട കച്ചവടക്കാരും ഷോപ്പിംഗ് മാളുകളുമെല്ലാം ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഇവരിൽ നിന്നും ഉപഭോക്താക്കൾ അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. അതായത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുൻപ് ഏകദേശം 5-6 തലങ്ങളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ വിലയെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ആ സേവനദാതാവിന് കൊടുക്കേണ്ടി വരുന്ന തുക കൂടി കൂട്ടിച്ചേർത്താണ് ഉൽപ്പന്നത്തിന്റെ പരമാവധി വിൽപ്പന വില അഥവാ MRP നിശ്ചയിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ വിലയുടെ ഏകദേശം 40% വരെ ഇങ്ങനെ ഇടനിലക്കാർക്ക് പോകാറുണ്ട്. ഇനി ആ ഉൽപ്പന്നം വെറുതെ വിപണിയിൽ എത്തിച്ചാൽ അതിന് വിൽപ്പനയുണ്ടാവുമോ? ഒരിക്കലുമില്ല. അതിനാണ് ഉത്പാദകരും മാർക്കറ്റിംഗ് കമ്പനികളും പരസ്യങ്ങളെ ആശ്രയിക്കുന്നത്. പുതുതായി വിപണിയിൽ ഇറങ്ങിയ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ എന്നിവയൊക്കെ ഉപഭോക്താക്കളെ അറിയിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ്. സെലിബ്രിറ്റികളെ ഉപയോഗിച്ചും അല്ലാതെയും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പരസ്യങ്ങളുടെ ചെലവും MRPയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റെല്ലാ ചെലവുകളും കഴിഞ്ഞ് ഒരു ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ ഉൽപാദന ചിലവ് എന്ന് പറയുന്നത് അതിന്റെ MRPയുടെ 30 മുതൽ 40% വരെ മാത്രമായിരിക്കും. അതായത് 10 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിയാൽ അതിന്റെ ഉത്പാദന ചെലവെന്ന് പറയുന്നത് 3-4 രൂപ മാത്രമായിരിക്കും. ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രസക്തി. ഉത്പാദകനിൽ നിന്നും ഉപഭോക്താവിലേക്ക് നീളുന്ന ഈ വലിയൊരു ചങ്ങല ഭേദിച്ച് ഉത്പാദകനിൽ നിന്നും ഉൽപ്പന്നം നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുകയും അതുവഴി ഇടനിലക്കാരിലേക്ക് പോകുന്ന തുക ലാഭിച്ച് അത് ഉപഭോക്താക്കളിലേക്ക് തന്നെ തിരികെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ വേറെ ഇടനിലക്കാരില്ല. ഉൽപ്പന്നങ്ങൾ ഉത്പാദകനിൽ നിന്നും ഒരു മാർക്കറ്റിംഗ് കമ്പനി ഏറ്റെടുക്കുന്നു. അവർ ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു. ഈ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ അവരുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഉപഭോക്താവിൽ നിന്നും ഉപഭോക്താവിലേക്ക് എന്ന രീതിയിലാണ് ഇവിടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതായത് ഉപഭോക്താക്കളെ തന്നെ ഒരു വിതരണ ശൃംഖല ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന തുക ഇവിടെ ലാഭിക്കുകയാണ്. പരസ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ തുക കോമ്പൻസേഷൻ പ്ലാനുകളായി ഉപഭോക്താക്കളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മോദി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അധിക വരുമാനം എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പലപ്പോഴും നമ്മളുടെ വരുമാനം എന്നത് നമ്മളുടെ മാത്രം പ്രവൃത്തിയെ, നമ്മളുടെ മാത്രം ജോലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ഒരു പാസീവ് ഇൻകം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ നമ്മളുടെ എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്കൊരു അധിക വരുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ പ്രസക്തി. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ടെക്നോളജി യുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, അവസരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാലഘട്ടത്തിനൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. ഇവിടെയാണ് മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസിന്റെ അവസരവും പ്രസക്തിയും. മോദി കെയർ കഴിഞ്ഞ 21 വർഷമായി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു മേഖലയിൽ വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ സമീർ മോദി ചെയർമാനായിട്ടുള്ള ഈ കമ്പനിയുടെ ഏറ്റവും വലിയ വിഷൻ എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യൻസിനും വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകൾ കൊടുക്കുക എന്നതിനൊപ്പം തന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ മഹത്തായ ലക്ഷ്യവുമായി 1996 സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇതിനോടകം തന്നെ ഈ ഒരു മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ചെയർമാൻ മിസ്റ്റർ സമീർ മോദിയുടെ നേതൃത്വത്തിൽ ഈ
അവസരത്തിലുണ്ടായിട്ടുള്ള ഒരു സമൂലമായ മാറ്റം ഭാരതത്തിൽ ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത്. സമീർ മോദി ആസാദി പ്ലാൻ എന്ന ഒരു വളരെ നൂതനമായ ഒരു ബിസിനസ് ഫോർമുല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അസാധാരണമായ രീതിയിൽ വളരുന്നതിനുള്ള വലിയൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോദി കെയർ ലിമിറ്റഡ് ഇന്ന് നമുക്ക് തരുന്നത് ഏകദേശം 9 കാറ്റഗറിയിൽ 250-ലധികം പ്രോഡക്ട്സുകളാണ് ഇന്ന് നമുക്ക് വേണ്ടി തരുന്നത്. ഈ പ്രൊഡക്ട്സുകളുടെ വിതരണവും വിൽപ്പനയും ഒരു വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുക്കലുമാണ് നമുക്ക് ഒരു സംരംഭകത്തിന്റെ വാതിൽ തുറന്നു തരുന്നത്. ഇതിലൂടെ ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ച് മുതൽ മുടക്കുകളില്ലാതെ മറ്റുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു സംരംഭകനാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിന്റെ പ്രത്യേകത. ഒരു സ്റ്റാഫില്ലാതെ, ഗോഡൌൺ ഇല്ലാതെ, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു വിതരണ ശൃംഖല ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചസ്, വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഒരു ഭീമമായ മുതൽ മുടക്ക് വേണമെന്നുള്ളത് തന്നെയാണ്. ഇവിടെയാണ് മോദി കെയർ നമുക്ക് ഒരു വലിയ ഒരു അവസരം നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് മുതൽ മുടക്കുകൾ ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കൊരു വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ മോദി കെയർ നിങ്ങളെ സഹായിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള പ്രോഡക്ട്സുകൾ, അതും 100% മണി ബാക്ക് ഗ്യാരണ്ടിയിലാണ് ഈ കമ്പനി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് ലഭിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിതരണാവകാശം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മളുടെ ID കാർഡും പാൻ കാർഡും കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മളൊരു സ്പോൺസറുടെ കീഴിൽ നമ്മൾ ഈ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുക എന്നുള്ളതുമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഉടനീളം ബിസിനസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആണ് കമ്പനി നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയക്കാർ തുടങ്ങി നിങ്ങളുടെ പരിചയമുള്ള ഏതൊക്കെ സുഹൃത്തുക്കളുണ്ടോ അവരെ മുഴുവൻ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഭാഗമാകാൻ ക്ഷണിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു മാസം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ടോട്ടൽ ബിസിനസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കമ്പനി നിങ്ങൾക്ക് ബോണസ് പേയ്മെന്റ് തരുന്നത്, അഥവാ കമ്മീഷൻ തരുന്നത്. നിങ്ങളുടെ ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു. ബിസിനസിനെ കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പനി ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സുകളിൽ ഭൂരിഭാഗവും നിത്യജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോഡക്ട്സ് ആണ്. ഒരുപക്ഷെ മോദി കെയർ എന്ന് പറയുന്ന ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഈ പ്രൊഡക്ട്സുകളെല്ലാം ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദിവസം ജീവിച്ച് തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെയാണ് മോദി കെയർ നമുക്ക് തരുന്ന ബിസിനസിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളുടെ വാങ്ങുന്ന രീതിയും അതുപോലെ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മളൊരു മാറ്റം വരുത്തുകയും ആ പ്രോഡക്ട്സിൽ നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നിങ്ങളൊന്ന് പരസ്പരം പങ്കുവയ്ക്കാൻ തയ്യാറാവുകയാണെങ്കിലോ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് സംരംഭകനാകാൻ നിങ്ങൾക്ക് കഴിയുന്നു. വളരെ ലളിതമായ ഈ ഒരു ബിസിനസ് സമവാക്യം മറ്റു വികസിത രാജ്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സും കൂടെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോയിസ് ക്ലിപ്പ് ആരാണോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അദ്ദേഹവുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുക. ഓർക്കുക, പലപ്പോഴും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ആ തീരുമാനങ്ങളിലാണ് പലപ്പോഴും നമ്മളുടെ സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാനുള്ള ഊർജ്ജമുള്ളത്. ഇന്ന് മോദി കെയർ എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരം ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുമാവാം. കാരണം ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളെല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അവരുടെ അസാധാരണമായ ചിന്തകളാണ് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി.